നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയറോട് ജേഴ്സി ചോദിച്ച സിഡ്നി കബ്രാൾ എന്ന ബെൻഫിക്ക താരം ഒടുവിൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു. റയൽ മാഡ്രിഡ് വേഴ്സസ് SL ബെൻഫിക്ക യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരത്തിന് ശേഷം കളി കഴിഞ്ഞ ഉടനെ വിനിയോട് ജേഴ്സി സ്വാപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയായിരുന്നു സിഡ്നി കബ്രാൾ. അത് ടണൽ വെച്ച് തരാമെന്ന് വിനി പറയുകയും ചെയ്തു. പക്ഷേ ബെൻഫിക്കയുടെ താരങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് കണ്ട് കബ്രാൾ പിൻവാങ്ങുകയും ചെയ്തു. ഏതായാലും വലിയ രൂപത്തിൽ ഇത് പ്രശ്നമാക്കി ബെൻഫിക്കയുടെ ആരാധകർ. കാരണം തങ്ങളുടെ ടീമിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് വിനി ജൂനിയർ. ആ വിനിയോട് പോയി ജേഴ്സി ചോദിക്കാൻ പാടുണ്ടായിരുന്നില്ല. ആ കളിക്കാരനെ സ്ക്വാഡിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ബെൻഫിക്ക ആരാധകർ തടിച്ചുകൂടി പ്രശ്നമുണ്ടാക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമം എബോലയും റെക്കോർഡുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, അദ്ദേഹം സിഡ്നി കബ്രാൾ ഈ കാര്യത്തിൽ സ്ക്വാഡിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് വിനിയോട് ജേഴ്സി ചോദിച്ചത് തെറ്റാണ് എന്ന്, അതായത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നോക്കണം. എന്ന് മാത്രമല്ല, ഈ സിഡ്നി കബ്രാൾ എന്ന് പറയുന്ന കളിക്കാരൻ കേപ്പ് വെർഡെ ഐലൻഡിൻ്റെ കളിക്കാരനാണ്. വേൾഡ് കപ്പൊക്കെ കളിച്ചേക്കാം, അങ്ങനെ ഒക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന് മേലാണ് ഇപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളിക്കാരനുമായിട്ട് ജേഴ്സി സ്വാപ്പ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ വിവാദമുണ്ടാക്കുന്നത്. എന്തായാലും വിവാദം തൻ്റെ കരിയറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി താരം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഈ കാര്യത്തിൽ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നിരുന്നു. അതിന് ലൈക്ക് അടിച്ചിരിക്കുകയാണ് ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി. തൻ്റെ സ്വന്തം സഹതാരത്തെ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജേഴ്സി സ്വാപ്പ് ചെയ്യാൻ വേണ്ടി പോയതിന് അതിനെ എതിർത്തുകൊണ്ടുള്ള പോസ്റ്റിനൊക്കെ ലൈക്ക് അടിച്ചിരിക്കുന്നു ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി. കാരണം പ്രസ്റ്റിയാനിയാണ് ഈ പ്രശ്നമൊക്കെ തുടങ്ങി വെച്ചത്. എന്നിട്ടിപ്പം അദ്ദേഹത്തിന് ഇപ്പോഴും കലിപ്പടങ്ങുന്നില്ല എന്നർത്ഥം. സംഗതി ഇതേത് രൂപത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ബെൻഫിക്ക റയലിനോട് മുട്ടാൻ തന്നെ ഈ വിഷയത്തിൽ തയ്യാറായി നിൽക്കുന്നു. പക്ഷേ കളിക്കളത്തിൽ മുട്ടിയപ്പോൾ പൊട്ടി തകർന്നിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായതാണ് സ്ഥിതി വിശേഷം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.